guys, so welcome back to my YouTube channel Evelyn Vlogs. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കിച്ചണിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു കിച്ചൺ ടൂറാണ്. കിച്ചൺ ടൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ അങ്ങനെയൊന്നും കാണിക്കാനൊന്നുമില്ല. ഞാൻ ഒരു എൻ്റെ കിച്ചൺ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തന്നെ വെച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. ഞാൻ രാവിലെ ഒരു മോർണിംഗിൽ എണീച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റിലെ ഒരു സ്പോട്ടാണ് ഇത് വന്നത്. കാരണം അടുത്തോട്ട് വാ. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ രാവിലെ എണീച്ചിട്ട് വന്നിട്ട് നമ്മുടെ ധൂപ് തിരിയുണ്ടല്ലോ അത് ഇതിലേക്ക് കത്തിച്ചങ്ങ് വെച്ചിട്ട് ആണ് ഞാൻ ഫസ്റ്റ് തന്നെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അത് കത്തിച്ച് വെക്കും. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. കാരണം അതിൻ്റെ മണം ഇവിടെയും കത്തിക്കും, നമ്മുടെ അൾട്ടാരയിലും കത്തിക്കും, പുറത്തൊക്കെ ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണം അടിക്കുമ്പോൾ നമുക്ക് ഉറക്കപ്പിച്ചൊക്കെ മാറി നമുക്ക് ജില്ലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു നല്ല പോസിറ്റീവ് വൈബ് കിട്ടും. സോ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഈ കിച്ചണിലെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് നമ്മൾ കീ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കീ ഹോൾഡർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ഒരു നമുക്ക് മാഹി പള്ളി പോയപ്പോൾ കിട്ടിയപ്പോൾ വെഞ്ചരിച്ച ഒരു കൊന്ത, പിന്നെ നമ്മുടെ ഇതിൽ വണ്ടിയിലൊക്കെ കീ തൂക്കും. പിന്നെ ഇത് നമുക്ക് ഒരു ആർട്ടിഫിഷ്യലാണ് പ്ലാന്റ് ആണ്. ഇത് വന്നിട്ട് ഞാനൊരു കപ്പിൽ ചെറിയൊരു മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് ആക്ച്വലി എൻ്റെ വീട്ടിൽ ചേച്ചി കൊണ്ടുവന്നതാണ് അമ്മക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വീട്ടിൽ പോയപ്പോൾ പൂജാമുറി എന്ന് കണ്ടപ്പോൾ ഞാൻ ഇത് അടിച്ചു മാറ്റിയതാട്ടോ. ഹനുമാൻ ഇവിടെ ഒരു ഈശോ ഉണ്ട്, വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയത് ഹനുമാൻ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല സ്മെല്ലാട്ടോ ഇതിന്. അങ്ങനെ ഈ ഒരു ഏരിയ ഇവിടെ ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ട്, ഒരു ആപ്പിൾ ഷേപ്പ് കട്ടിംഗ് ബോർഡും അതിൻ്റെ നൈഫും ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തന്നെ ആ ഒരു ഏരിയ കഴിഞ്ഞാൽ തൊട്ട് ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ട്. അതിന്റെ മേലേക്ക് തന്നെ ആയിട്ട് ഞാനിത് ഇവിടെ നമ്മുടെ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ മണി പ്ലാന്റ് ആട്ടോ. ഞാനിവിടെ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തു. അതിന് തൊട്ട് താഴെ തന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ലക്കി ബാമ്പു എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിവിടെ മൈക്ക് താഴെ പോയതാണ് ഗൈസ്. ഇതെന്റെ പുതിയ മൈക്കാണ്, ഇന്നലെ ഞാൻ വാങ്ങിച്ചതാണ്. ഇവിടെ നമ്മുടെ ലക്കി ബാമ്പു ഞാൻ ഒരു ചെറുതും ഇത് കാണിച്ചോ, ഒരു ചെറുതും ഒരു വലിയ ലക്കി ബാമ്പു ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണിക്കും. അങ്ങനെ ഒരു നല്ല ഗ്ലാസ്സിലായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിത് നമ്മുടെ ഇത് മോളിയമ്മ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് ഇങ്ങനെ ഷോ കേസിൽ വെക്കുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ ഇവിടെ ഇത് ഞാൻ പയ്യന്നൂർ പോയപ്പോൾ വാങ്ങിയ ഒരു ഫ്ലവർ വേസ് ആണ്. പിന്നെ ഇവിടെ നമ്മളെ മസാല പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെപ്പർ, ഓയില്, കോഫി, ടീ, ഷുഗർ. ഇത് ആക്ച്വലി ഇതിൻ്റെ മഷിയൊക്കെ പോകാൻ തുടങ്ങി, കാരണം ഇത് കുറേ നാളായി വാങ്ങിയിട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഞാൻ കുറച്ച്. പിന്നെ ഇവിടെ നമ്മളെ ധാന്യങ്ങൾ, ഈ 3 ധാന്യങ്ങളെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ധാന്യങ്ങളെ നമ്മളിവിടെ പൊതുവെ കഴിക്കാറുണ്ട്. അല്ലാതെ കുറേ ധാന്യങ്ങൾ ആക്ച്വലി വാങ്ങി വെച്ചിട്ട് കാര്യമില്ല, അത് മനസ്സിലായത് കൊണ്ട് ഞാനിപ്പോൾ ഈ 3 എണ്ണം മാത്രം ഇവിടെ വാങ്ങി സെറ്റ് ചെയ്തതാണ്. ദെൻ ഇവിടെ നമ്മുടെ ഒറിജിനൽ മണി പ്ലാന്റ് ഉണ്ട്. ഇത് വന്നിട്ട് ഞാനിങ്ങനെ പഴയ ഒരു സ്റ്റിക്കിൽ നമ്മൾ റോപ്പ് ചുറ്റിയിട്ട് വെച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എന്ന് പറയുന്നത് കുറേ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്കും പിന്നെ അവിടെ സ്പോട്ടിലൊക്കെ ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു നമുക്ക് ഒരു സിങ്ക് ഉണ്ട്. ഈ സിങ്ക് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല, കാരണം നമ്മുടെ വർക്ക് ഏരിയയിലെ സിങ്കാണ് നമ്മൾ അധികം യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ആൻഡ് ഇവിടെ നമുക്കൊരു ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. ഇതിൻ്റെ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി പണി പാടും. അതൊന്ന് നീറ്റ് ചെയ്യണത്ര. നീറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിലും നീലബേബി സമ്മതിക്കണം. ആൻഡ് ഓൾസോ ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജും ഈ ഷെൽഫ്സിലൊക്കെ നമുക്ക് തുറന്നിട്ട് വേറൊരു വീഡിയോയിൽ കാണാം, ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ദിസ് ഇസ് മൈ ഫേവറേറ്റ് സ്പോട്ട്. ഇതാണ് എൻ്റെ ഏറ്റവും എന്താ പറയുക ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട്. ഞാൻ അപ്പുറത്തെ ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്ത് കാണിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ്. ഞാൻ ഫസ്റ്റ് കാണിച്ചത് നമ്മുടെ ധൂപതിരി കത്തിക്കുന്ന സ്പോട്ട്. ആൻഡ് മൈ സെക്കൻഡ് ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇവിടെ നമുക്ക് നല്ല ലിവിങ് പ്ലാന്റ്സ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇന്നൊരു മണി പ്ലാന്റ് ഞാൻ നമ്മുടെ കണ്ടോത്ത് ഒരു പോട്ട്സിൻ്റെ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാനിപ്പോൾ പോയിട്ട് വാങ്ങിയതാണ്. ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാട്ടോ ഈ ചെടി എന്ന് പറയുന്നത് മണി പ്ലാന്റ്. ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് ഇത്. ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന്
അമ്മയുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ചിട്ട് വന്ന ഒരു മണി പ്ലാന്റ് ആണ്. ഇതിൽ ഞാൻ ആ കപ്പിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ മോളിയമ്മ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഗ്ലാസ് അവിടെ ഈ ഒരു റോഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, ഞാൻ കുറേ നാളെ അന്വേഷിച്ച് കണ്ടെത്തി വന്ന ഒരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു ഇവിടെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മോളിയമ്മ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ പൊളിഞ്ഞാൽ ഇതൊരു മോളിയമ്മ കൊണ്ടുവന്ന ഒരു സാധനം. പിന്നെ ഇതും ഞാൻ ബുദ്ധൻ്റെ കൂടെ മേടിച്ച് വെച്ചൊരു സ്റ്റാച്യു. ഇതിൻ്റെ പേരെന്തോ പറയുന്നുണ്ട്, പക്ഷെ എനിക്കതറിയില്ല. അങ്ങനെ ഈ ഒരു സ്റ്റാച്യു ഇവിടെ ഉണ്ട്. ഇതും പേരായിട്ട് മോളിയമ്മ കൊണ്ടുവന്ന കേട്ടോ. പിന്നെ ഈ ചെടീൻ്റെ പേര്, ഇതും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ പോട്ടിലേക്ക് സെറ്റാക്കി വെച്ചതാട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും വെക്കാൻ പറ്റും, ഔട്ട്ഡോർ ആയിട്ടും വെക്കാൻ പറ്റും. പുറത്ത് ഇതിൻ്റെ കുറേ ഈ ചെടികൾ കുറേ പോട്ട്സിലൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇതിലിപ്പം ഇവിടെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നതല്ലോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയൊരു കിച്ചൺ എന്ന് പറയുന്നത്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വർക്ക് ഏരിയ ആണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ ക്ലീൻ ആക്കാനുള്ളതുകൊണ്ട് ഞാനത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഞാൻ ഹോം ടൂർ ചെയ്യാവുന്നൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഈ കുറച്ച് നിലബേബി കുറച്ചൊന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റും. ഈ വീഡിയോ തന്നെ ഇപ്പോൾ അവൾ ഉറക്കി കിടത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഉറക്കി കിടത്തി 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വന്നു. അങ്ങനെ ഇപ്പോൾ അമ്മേൻ്റെ അടുത്ത് നിന്ന് പാട്ടൊക്കെ വെച്ചുകൊടുത്ത് അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഈ ഒരു കാരണമാണ് എൻ്റെ ഒരു ചെടി കിച്ചൺ. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. എന്തെങ്കിലും നമുക്ക് ഇവിടത്തേക്ക് ഈ ടൈൽസിലേക്ക് റിഫ്ലക്ഷൻ വന്ന് കുറച്ചും കൂടി നല്ലൊരു ഫീൽ ചെയ്തേനെ. പക്ഷെ അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കിച്ചൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ കുറേ നാളുകൾക്ക് ആഗ്രഹമായിരുന്നു എനിക്കൊരു കിച്ചൺ മേക്ക് ഓവർ ചെയ്യുന്നത്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് ആക്ച്വലി ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ പ്ലെയിൻ ആയിട്ട് നമുക്ക് ആ സമയത്ത് നമുക്കങ്ങനെ ഒരു കിച്ചൺ മേക്ക് ഓവർ ചെയ്യണം, കിച്ചൺ അങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം ഞാനിങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ വരുന്നത് ഹോം മേക്ക് ഓവർ, കിച്ചൺ മേക്ക് ഓവർ, അങ്ങനെ ഒരുപാട് വീഡിയോസാണ്. അപ്പം അങ്ങനെ അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനിങ്ങനെ എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ ഇവിടെ ആക്ച്വലി സ്പേസ് എംറ്റി ആയിട്ടുള്ളത്. കാരണം ഇവിടെ അനച്ച് വെക്കാൻ എൻ്റെ ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ അത് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു സ്റ്റോറി എനിക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇതൊക്കെയുണ്ട് എൻ്റെ ഒരു കൊച്ചു കിച്ചൺ. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.